മക്കൾക്ക് നന്നായി ഖുർആൻ ഓതാൻ പഠിക്കണമെന്ന് നിർബന്ധമുള്ള രക്ഷിതാക്കൾ എത്ര? പ്രിയമുള്ളവരെ, അതാ സൗദി അറേബ്യയിൽ നിസാഖാത്തിന്റെ ഡേറ്റ് ബേജാറ് തുടങ്ങി. കുവൈത്തിൽ അന്വേഷിക്കുന്നില്ല, പിടിച്ച് കയറ്റിവിടൽ തുടങ്ങി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഒരുപക്ഷെ പ്രവാസ ലോകത്തിൽ നിന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും. നമ്മൾ നഫീസത്തുമാലയും മൊഹീദ്ദീമാലയും മൊഹീദ്ദീൻ റാത്തീബ് എല്ലാം ഓതിയിട്ടാണ് ഇന്നലകളിൽ ഗൾഫിലേക്ക് കാലെടുത്തു വെച്ചത്. കുറെ എണ്ണം കേൾപ്പിച്ചെന്നത് മൊഹീദ്ദീമാലോതി ദ്വാരന്നിട്ടാണ്, ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടാണ്. അവിടെ ചെന്ന് 4 ചില്ലറ കിട്ടിയപ്പോ മൊഹീദ്ദീൻ ശൈഖിനെ തെറി പറയാൻ കേരളത്തിലേക്ക് ആളെ ഇറക്കാനല്ലേ ചെലവന്മാര് തീരുമാനിച്ചത്. ചില ആളുകൾ അതിനല്ലേ ഗൾഫ് പണത്തിന്റെ കവാടങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അതിന് ശിക്ഷയുടെ ഒരു പുന്നാമ്പുറമില്ലേ? വേറെ കുറെ ആളോ പണമില്ലാതെ ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ കിടക്കുന്ന നേരത്ത് കുറച്ച് ആത്മീയതയും പേടിയും സലാത്തും ദിക്റും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല 4 ചില്ലറ നൽകിയപ്പോ ഭാര്യയുടെ പർദ്ദ പോയി, വീട്ടില് തിയേറ്ററായി, മക്കൾക്ക് മദ്രസ വേണ്ട, മകൾ ഡോക്ടറിൽ കുറഞ്ഞൊന്നും ആകാൻ പാടില്ല എന്ന നിലക്ക് മതത്തിന്റെ മൂല്യങ്ങളെയും മതപാഠശാലകളെയും വലിച്ചെറിഞ്ഞ് ഓരോ റമദാനും വരുമ്പോ അതാ മലബാറിന്റെ മണ്ണിൽ ഓരോ ദർസുകൾ അസ്തമിക്കുകയാ. കാരണം എന്താ? ഇസ്ലാമിനെതിരെയുള്ള തീവ്രവാദികളെ പള്ളി കയ്യേറ്റം നടത്തിയതല്ല, മുതഅല്ലിമീങ്ങളെ കൊന്നുകളഞ്ഞതല്ല. അല്ലാഹുവിന്റെ മതത്തിന്റെ അനുയായി എന്ന് പറയുന്ന മുസൽമാന് സ്വന്തം മോനെ അല്ലാഹനെ പഠിക്കാൻ പറഞ്ഞു വിടാൻ വയ്യ. മുസ്ലിയാന്മാര് പോലും മക്കളെ അലിമീങ്ങളാകാൻ ചിന്തിക്കുന്നവര് കുറഞ്ഞുപോയി. വല്ലാത്ത സങ്കടം തന്നെ. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കുന്നതിനുള്ള സ്ഥാനം ലോകത്തൊരു മുതലാളിക്കുമില്ല, ഒരു തമ്പുരാനുമില്ല. ഒരു മുതഅല്ലിമായ മകൻ കൈപിടിക്കും പോലെ നാളെ ആഖിറത്തിൽ കൈപിടിക്കാൻ ആരുമുണ്ടാവൂല. ഒരു ഹാഫിളായ മോനെ ഉപകാരപ്പെടുന്നത് പോലെ നാളെ ആഖിറത്തിൽ വേറെ ഉപകാരമില്ല. ഉമ്മമാരെ, ഓമന മക്കളെ അല്ലാഹുവിനെയും റസൂലിനെയും പഠിക്കാൻ പറഞ്ഞു വിടുന്നതിന് പകരം ആധുനികതയുടെ ഭ്രാന്ത് പിടിച്ച് വിദ്യാലയങ്ങളിലേക്ക് വിട്ട് മതമൂല്യത്തിന്റെ അടിക്കല്ലുകൾ പണയം വെക്കുമ്പോ അല്ലാഹുവിന്റെ ദീന മറന്നുപോയോ? മഅദിൻ പോലെയുള്ള സ്ഥാപനങ്ങൾ സ്കൂളുകളോട് ചേർന്ന് മദ്രസ സംവിധാനങ്ങൾ ഒരുക്കിയത് ഒരു പരിഹാരമാണെങ്കിലും എത്രയോ നാടുകളിൽ ഇന്ന് മദ്രസകളിൽ പോകാൻ കുട്ടികൾ ഇല്ല. ദുനിയാവിലെ 4 സെന്റിമീറ്റർ ജീവിതത്തിന് 12 മണിക്കൂർ പഠിക്കാൻ, ആഖിറത്തിലെ അവസാനിക്കാത്ത ജീവിതത്തിൽ സ്വർഗം കിട്ടാനുള്ള വിദ്യാഭ്യാസം പഠിക്കാൻ മക്കളില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുസ്ലിങ്ങളുടെ പ്രമാണമാണ്. എന്റെ മോനൊന്ന് ഖുർആൻ പഠിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുന്നില്ല. ചില പള്ളികളിൽ ചെല്ലുമ്പോൾ പറയും, ഉസ്താദെ ഒരു ദർസ് വേണം, ഇവിടെ 10 കുട്ടികളെയും ഒരു ഉസ്താദിനെയും വേണം. ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളുടെ ഒരു മകൻ 1ാമത്തെ മുത്തഅല്ലിമാവട്ടെ. എന്റെ മോനെ കിട്ടൂല.